രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചതിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് രംഗത്ത്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷമാണ് കേന്ദ്രം പെട്രോൾ വില വർദ്ധിപ്പിച്ചതെന്ന് വിജയ് വിമർശിച്ചു. തമിഴ്നാട്ടിൽ ഭരണത്തിലേറിയ ശേഷം വിജയ് കേന്ദ്രത്തിനെതിരെ നടത്തുന്ന ആദ്യ വിമർശനമാണിത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ ആദ്യ വിമർശനവുമായി മുഖ്യമന്ത്രി വിജയ്. ഇന്ധനവില വർധനവ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും മുഖ്യമന്ത്രി വിജയ് വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കഴിയാൻ നിങ്ങൾ കാത്തിരിക്കുകയാണോ എന്നാണ് ചോദ്യം ഉയർത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ലെന്നും സാധാരണ ജനങ്ങൾ കൂടുതൽ കഷ്ടത്തിലാകുമെന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം പിൻവലിക്കണമെന്നാണ് വിജയ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിലവർധന നേരിട്ട് ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും താഴ്ന്ന വരുമാനക്കാരായവർക്കും ഇടത്തരക്കാർക്കും സൂക്ഷ്മ ഇടത്തരം വ്യവസായങ്ങൾക്കും സാമ്പത്തികമായി അധിക ബാധ്യത ഇത് വരുത്തിവെക്കും. കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകിച്ച് പെട്രോളിന്റെയും ഡീസലിന്റെയും വില 3 രൂപ വീതം വർദ്ധിച്ചതിനെക്കുറിച്ചാണ് ശക്തമായി വിജയ് പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ലെന്നും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ അതിന് ആനുപാതികമായി എണ്ണ കമ്പനികൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കുന്നില്ല. പകരം ഈ കമ്പനികൾ അവരുടെ ലാഭം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്ന സാഹചര്യത്തിലാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചതും. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതം കൂടിയിട്ടുണ്ട്. ഇന്ധനവില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ മറ്റു പ്രതിപക്ഷ നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനത്തോടെ അധികാരത്തിലേറിയ വിജയ് നിർണായകമായ പല തീരുമാനങ്ങളും ഇതിനോടകം തന്നെ കൈക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോഴത്തെ ഈ പ്രസ്താവനയും. സ്കൂളുകൾക്കും മതസ്ഥാപനങ്ങൾക്കും സമീപത്തെ 717 മദ്യശാലകൾ പൂട്ടിയതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രഖ്യാപനം. തമിഴ്നാട് സർക്കാർ ഓഫീസുകളുടെയും മന്ത്രിമാരുടെയും VIP-കളുടെയും കസേരകളിൽ പരമ്പരാഗതമായി വിരിച്ചു വരാറുള്ള വെളുത്ത തൂവാല സംസ്കാരം അവസാനിപ്പിക്കാനും അദ്ദേഹം ഉത്തരവിട്ട് കഴിഞ്ഞു. DMK സർക്കാരിന്റെ പദ്ധതികൾ പുനഃക്രമീകരിക്കണമെങ്കിൽ കൂടുതൽ സമയം വേണമെന്നാണ് കഴിഞ്ഞ ദിവസം വിജയ് പറഞ്ഞത്. 6 ലക്ഷം കുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന പദ്ധതിയും സ്ത്രീകൾക്ക് പണം നൽകുന്ന സ്കീമും ഇപ്പോൾ മാറ്റമില്ലാതെ തന്നെ തുടരുമെന്നാണ് വിജയ് പറയുന്നത്. നെക്സ്റ്റ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.